കടുത്ത പ്രതിഷേധം ഞങ്ങൾ അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് അവിടെ അവസാനിപ്പിക്കുമോ? മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുമോ? മന്ത്രിമാരെ പിൻവലിക്കുമോ? അതോ പുറത്തുനിന്ന് പിന്തുണ എന്ന തീരുമാനത്തിലേക്ക് പോകുമോ? ഇതൊക്കെ അറിയേണ്ടതുണ്ട്. CPI ജനറൽ സെക്രട്ടറിക്ക് അയച്ച കത്തിൽ അതിരൂക്ഷമായ പ്രതികരണങ്ങളാണ് നടത്തിയിരുന്നത്. ആ ഒപ്പിടൽ ഒരു ഗൂഢാലോചനയാണെന്ന് പറയുന്നു. ഏകപക്ഷീയമായി വിദ്യാഭ്യാസ മന്ത്രി നടപടിയെടുത്തു എന്ന് പറയുന്നു. ഇതിനിടയ്ക്ക് CPM സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ വിളിച്ചു എന്നുള്ള വിവരം കൂടി വരികയാണ്. വിവരങ്ങളുമായി റഹീസ് റഷീദുണ്ട്. റഹീസ് റഷീദ്, ഇപ്പോൾ ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ, CPM CPI അന്വയിപ്പിച്ചു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. ആ സംസാരത്തിന് ശേഷമാണ് CPI മുൻപെടുത്ത കടുത്ത തീരുമാനം എന്ന ചർച്ചകളിൽ നിന്ന് പിന്നോട്ട് പോയത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ചർച്ച ചെയ്യാം. ഇനി ഈ പദ്ധതിയിൽ കുറിച്ച് CPI ഉന്നയിക്കുന്ന തരത്തിലുള്ള ആശങ്കകളുണ്ടെങ്കിൽ അതിന് എന്ത് പോംവഴിയുണ്ട് എന്നത് ചർച്ചകളിലൂടെ തീരുമാനിച്ച് കൊണ്ടുവരാം. അതിനനുസരിച്ചൊരു തീരുമാനത്തിലേക്ക് CPI പോകാമുള്ളൂ എന്ന ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. കടുത്ത തീരുമാനത്തിലേക്ക് പോകരുത് എന്നൊരു ആവശ്യം, ഒരു അഭ്യർത്ഥന CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ബിനോയ് വിശ്വത്തിന് മുന്നിലേക്ക് വെക്കുകയും ചെയ്തു. ഏത് സമയത്ത് വേണമെങ്കിലും തുടർ ചർച്ചകൾ ഉണ്ടാകാമെന്നും CPIയുടെ ആശങ്കകളെ മാനിക്കാതെ അവഗണിച്ച് മുന്നോട്ട് പോവുകയല്ല ചെയ്തത്. പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ച ഫയലുകൾ വേഗത്തിൽ നീക്കിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു. കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടേണ്ടത് അത്യാവശ്യമായതിനാൽ മാത്രമാണ് അങ്ങനെ ഒരു ഒപ്പുവെക്കുന്ന തീരുമാനത്തിലേക്ക് പോയത്. അതല്ലാതെ CPIയെ ഗൗനിക്കാതെ അപമാനിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയല്ലായിരുന്നു ചെയ്തത് എന്ന വിശദീകരണമാണ് ബിനോയ് വിശ്വത്തിന് MV ഗോവിന്ദൻ നൽകിയത്. ഇതേ തുടർന്നാണ് CPI കടുത്ത തീരുമാനത്തിലേക്ക് പോകേണ്ടതില്ല എന്ന് സെക്രട്ടേറിയറ്റിലെ ചർച്ചകളിൽ കടന്നു വരികയും അതൊരു തീരുമാനമായി വരികയും ചെയ്തത് എന്നതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. എങ്കിൽ പോലും ബിനോയ് വിശ്വവുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിൽ പോലും നേരത്തെ എടുത്ത്, അതായത് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോവുക എന്ന തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടതില്ല എന്നത് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഒരു തീരുമാനമായി തന്നെ വരുന്നുണ്ട്. പക്ഷേ CPI ഉന്നയിക്കുന്ന ചില കാര്യങ്ങളിൽ ഏത് തരത്തിലുള്ള പോംവഴി, അതായത് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നത് RSS സംഘപരിവാർ അജണ്ടകൾ സംസ്ഥാനത്തെ കരിക്കുലത്തിൽ വരും എന്നതാണ് CPIയുടെ പ്രധാനപ്പെട്ട ആശങ്ക. അവരെ എതിർക്കുന്നതിനൊരു കാരണവും അതാണ്. അതിന് എന്ത് ചെയ്യാൻ പറ്റും എന്ന തരത്തിലുള്ള ചർച്ചകൾ നടത്താം. ആ ചർച്ചകൾ കൊണ്ട് എത്രത്തോളം കാര്യമുണ്ടാകും എന്ന കാര്യത്തിൽ നമുക്കിപ്പോൾ വ്യക്തതയില്ല. പക്ഷേ CPIയെ അവഗണിച്ച് അപമാനിച്ച് പുറത്തേക്ക് പോകുന്ന തരത്തിലോ അല്ലെങ്കിൽ കടുത്ത തീരുമാനം എടുക്കുന്ന തരത്തിലേക്കോ കൊണ്ടുപോകുന്നില്ല. പകരം ചർച്ചകൾ ഉണ്ടാകും, തുടർ ചർച്ചകൾ ഉണ്ടാകും എന്ന ഉറപ്പാണ് MV ഗോവിന്ദൻ ബിനോയ് വിശ്വത്തിന് നൽകിയത്. സ്മൃതി, ശരി, ഇപ്പോൾ ബിനോയ് വിശ്വം MV ഗോവിന്ദൻ ചർച്ച നടന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആ അനുനയത്തിൽ ബിനോയ് വിശ്വം അലിഞ്ഞോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇതുവരെ എടുത്ത ശക്തമായ നിലപാടുകളിൽ നിന്ന് പിന്നാക്കം പോവുകയാണെങ്കിൽ എന്താകും വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് അറിയണം.